5Q സീരീസിലേക്ക് സ്വാഗതം. 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം, യൂസ് ദ കറക്റ്റ് ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിന് ഉചിതമായിട്ടുള്ള ടാഗ് ഉപയോഗിക്കാനാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ സുമ ബ്രോക്ക് ദി ഗ്ലാസ്. തന്നിരിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? സുമ ബ്രോക്ക് ദ ഗ്ലാസ്. അപ്പോൾ നമുക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തന്നിരിക്കുന്ന ചോദ്യം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഇനി നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഉചിതമായ ടാഗുകൾ ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസുകളാണെങ്കിൽ പോസിറ്റീവ് ടാഗ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്. ഇപ്പം നെഗറ്റീവ് വേർഡ്സ് വന്നിട്ടില്ലാത്ത സെൻറ്റൻസുകളെല്ലാം പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. നെഗറ്റീവ് വേർഡ്സ് വരുന്ന സെൻറ്റൻസുകളെല്ലാം നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. നോ, നോട്ട്, നണ്ണ്, നത്തിങ്, നെവർ, സെൽഡം, റയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ലിറ്റില്, ഫ്യൂ, ഇങ്ങനെയുള്ള വാക്കുകളാണ് നെഗറ്റീവ് വേർഡ്സ്. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ഓക്സിലറി പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്റ്റ്. ഇവിടെ നമുക്കൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് ടാഗ് ചെയ്യണം? നെഗറ്റീവ് ടാഗ് ചെയ്യണം. ഓക്സിലറി വെർബ് എടുത്തെഴുതുക, അതിനോടൊപ്പം നോട്ട് ചേർത്ത് രൂപമാറ്റം വരുത്തുക, സബ്ജക്റ്റ് എഴുതുക. ഇവിടെ സബ്ജക്റ്റ് സുമയാണ് വന്നിരിക്കുന്നത്. സുമ പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് ഷീ ഉപയോഗിക്കാം. ഓക്സിലറി ഇല്ലാത്ത സെൻറ്റൻസുകളാണെങ്കിൽ മെയിൻ വെർബിനനുസരിച്ച് ഓക്സിലറി വെർബ് കണ്ടെത്താം. മെയിൻ വെർബ് V1 ആണെങ്കിൽ ഡു ഓക്സിലറി ആയും, മെയിൻ വെർബ് എസ്സിൽ അവസാനിച്ചാൽ ഡസ് ഓക്സിലറി ആയും, മെയിൻ വെർബ് V2 ആണെങ്കിൽ ഡിഡ് ഓക്സിലറി ആയും എടുക്കാം. ഇവിടെ ബ്രോക്ക് എന്നത് V2 ആണ്, അതുകൊണ്ട് തന്നെ ഡിഡ് നമുക്ക് ഓക്സിലറി ആയിട്ട് എടുക്കാം. പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഡിഡിൻ്റെ ഷീ ഉത്തരമായിട്ട് എഴുതുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഡിഡിൻ്റെ ഷീ. രണ്ടാമത്തെ ചോദ്യം, ഡ്രഗ് ആൻഡ് ലിക്കർ ഡാഷ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ നമുക്കറിയാം, കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകൾ ഒന്നിനെ സൂചിപ്പിച്ചാൽ, കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഒരുമിച്ച് ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകൾ, ബ്രെഡ് ആൻഡ് ബട്ടർ, ലിക്കർ ആൻഡ് ഡ്രഗ് ആൻഡ് ലിക്കർ, റൈസ് ആൻഡ് കറി, സ്ലോ ആൻഡ് സ്റ്റഡി, ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളാണ് കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകൾ നമ്മൾ സിംഗുലാറായിട്ടും ഉപയോഗിക്കാം, പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. രണ്ടും രണ്ട് കാര്യത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ, രണ്ടും ഒരു കാര്യത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ സിംഗുലാർ. ഇവിടെ രണ്ടും എന്ത് ചെയ്യുന്നൂടെ? രണ്ടായിട്ടാണ് പറയുന്നത്, ഒന്നായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം എന്ത് കിട്ടും? ഡ്രഗ് ആൻഡ് ലിക്കർ ഈസ്, രണ്ടും ഒരുമിച്ച് പറയുന്നതുകൊണ്ട് ഈസാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, മിസ്റ്റി പ്ലേസ് ഡാഷ് റോള് ഇൻ ദ ഫിലിം. നമുക്ക് കൺഫ്യൂസിങ് വേർഡ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മിസ്റ്റി പ്ലേസ് ഡാഷ് റോള് ഇൻ ദ ഫിലിം. ഇപ്പോൾ സിനിമയിൽ മിസ്റ്റി 2 റോള് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 എന്ന അർത്ഥത്തിലുള്ള വാക്ക് ഏതാണ്? ഡ്യുവൽ, അതേപോലെ ഡ്വെല്ല്, ഡണ്ണ്, ഡു. അപ്പോൾ ഡണ്ണും ഡു അല്ല നമുക്കറിയാം. ഡ്യുവലാണോ എന്നാണ് ചോദ്യം. DUAL ഡ്യുവൽ എന്ന് പറഞ്ഞാൽ 2 എന്നർത്ഥം. DUEL ഡ്യുവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ എനിമി എന്ന് ഓർക്കുക. എനിമീസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടി ഉണ്ടാക്കുമെന്ന് ഓർക്കണം കേട്ടോ. DUEL എന്ന് പറഞ്ഞാൽ എനിമിയെ കണ്ട അടി ഉണ്ടാക്കുമെന്ന് ഓർക്കുക. അപ്പോൾ ഡ്വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി അല്ലെങ്കിൽ വഴക്ക്, ദ്വന്ദ്വയുദ്ധം എന്നാണ് കേട്ടോ, വാറെന്നാണ് അർത്ഥം. അപ്പോൾ ഇനി അതേപോലെ DWELL ഡ്വെൽ എന്ന് പറഞ്ഞാൽ വാസസ്ഥലം. DWELL ഡ്വെൽ എന്ന് പറഞ്ഞാൽ വാസസ്ഥലം. അപ്പോൾ നമുക്ക് 2 എന്നർത്ഥം വരുന്ന DUAL ഡ്വെലാണ് എന്ത് ചെയ്യുന്നത്? ഡ്യുവൽ സിം എന്നൊക്കെ പറയില്ലേ, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എന്തോ തെറ്റുണ്ട്, ഉചിതമായിട്ടുള്ള വാക്കുപയോഗിച്ച് സെൻറ്റൻസിന് പൂർണ്ണതയിൽ അല്ലെങ്കിൽ തെറ്റ് തിരുത്താനാണ്. രമേശ് സാ എ ഈഗിള് ഇൻ ദ സൂ. നോക്കൂ പിള്ളേരെ, ഇവിടെ നമുക്ക് തെറ്റ് മനസ്സിലാക്കാം. ഈഗിൾ എന്ന് പറയുന്ന വാക്കിന് മുന്നിൽ എ ആണോ ആണോ ചേർക്കുന്നത്? ഇവിടെ തെറ്റ് എ ഈഗിളാണ് തെറ്റ്. അപ്പോൾ എ ഈഗിൾ എന്ന് പറയുമോ? നമ്മൾ വവ്വൽസിൻ്റെ മുന്നിൽ, അതായത് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ്, അതായത് ആ മുതൽ അം വരെയുള്ള അക്ഷരത്തിലാണ്
അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ആൻ ചേർത്ത് പറയുക, അല്ലെങ്കിൽ ഏത് ചേർത്ത് പറയുക, എ ചേർത്ത് പറയുക. ഇനി നോക്ക്, ഈഗിൾ എന്ന് പറയുന്നത് ഈയിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് ആൻ ഈഗിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എ ഈഗിളാണ് അവിടെ തെറ്റ്. നമുക്ക് വരേണ്ടത് ആൻ ഈഗിളാണ് ഉത്തരമായിട്ട് വരേണ്ടത്. എക്ക് പകരം ആൻ. അടുത്ത ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. കമല ലവ്സ് മിനി, അതാണ് ചോദ്യം തന്നിരിക്കുന്നത്. കമല സബ്ജക്റ്റ്, ലവ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലവ്സ് എന്ന് പറയുന്നത് മെയിൻ വെർബ്, മിനി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. നമുക്കറിയാം തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എന്ത് ചെയ്യും, പാസീവ് വോയിസ് എഴുതാൻ പറയുമ്പം ഒബ്ജക്റ്റ് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാക്കുന്ന രീതിയിൽ സെൻറ്റൻസ് മാറ്റി എഴുതുക. ഓക്സിലറി ഇല്ല എങ്കിൽ വെർബിനനുസരിച്ച് ഓക്സിലറി നമുക്ക് കണ്ടെത്താം. വെർബ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം, എസ്സിൽ അവസാനിക്കുന്ന വെർബോ V1 വരുന്ന സെൻറ്റൻസുകളാണെങ്കിൽ ഈസ്, ആം, ആർ ഇവയിലൊന്ന് പാസീവ് വോയിസിൻ്റെ റൂൾ പ്രകാരം നമുക്ക് എടുത്തെഴുതാം. വെർബ് V2 ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വെയർ ഇവയിലൊന്ന് പാസീവ് വോയിസിൻ്റെ റൂൾ അനുസരിച്ച് എടുത്തെഴുതാം. ഇനി ഇവിടെ ഒന്നും ബീയിങ് ഒന്നും ചേർക്കരുത്. അപ്പോൾ നമുക്ക് മിനിയാണ് ഒബ്ജക്റ്റ്, മിനി എഴുതി. ലവ്സ് എന്ന് പറയുന്നത് എസ്സിൽ അവസാനിക്കുന്നുണ്ട്, നമുക്ക് ഈസ്, ആം, ആർ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി എഴുതാം. എങ്ങനെ എഴുതാം, ഒബ്ജക്റ്റിൻ്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എഴുതാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മിനി സിംഗുലാർ ആയതുകൊണ്ട് ഈസ് എഴുതാം. അപ്പം മിനി ഈസ്, അത് കഴിഞ്ഞിട്ട് V3 എഴുതണം. ലവ്ഡ് ബൈ കമല, മിനി ഈസ് ലവ്ഡ് ബൈ കമല. നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്.